360 ഡിഗ്രിയിൽ വട്ടത്തിലും കുഴപ്പമായോ? ഷാദിദ് ഭക്തന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അഖിൽ മാരാർ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇങ്ങക്ക് നാണമില്ലല്ലോ, എല്ലായിടത്തും വലിഞ്ഞു കയറി പൊയ്ക്കോളൂ. നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാര് ടാർഗറ്റ് ചെയ്ത് ഒരു കോമാളിയാക്കാൻ ശ്രമിക്കുന്നു. ഈശ്വരനാണ് സത്യം. ഞാൻ പറയുന്ന കള്ളമാണെങ്കിലേ കള്ളമാണെങ്കിൽ സാറ് ചത്തുപോട്ട്. നിങ്ങളെ ഒരു കോമാളിയായിട്ട് പോർട്രേ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി പലതും കാണുമ്പോ തോന്നാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പലരും നിങ്ങളെ കളിയാക്കാറുണ്ട്, നിലപാടില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നിലപാട് കൂടുന്നതുകൊണ്ടാണ്. ഞാനൊരു കോമാളിയായോടാണല്ലോ. അതിൽ കേട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പോയി എന്നുള്ളൊരു സാധനം. അപ്പൊ അവരങ്ങനെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ ഇങ്ങനെ പറയുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. രണ്ടായാലും ഉപകാരം നമുക്കാ. സത്യത്തിനൊപ്പം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡിനെയാണ് നമ്മൾ നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് അറിയില്ല എന്താണ് നിലപാടെന്നുള്ളത്. ഹരിചന്ദ്ര, എന്റെ അടുത്ത് വേലിറക്കല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എടാ, നീ മേക്കിനിന്റെ പറഞ്ഞ നടക്കുന്ന സമയത്ത് വല്ല പണിക്കും പൊക്കൂടെ? ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് കഴിവുണ്ടല്ലോ, ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാം. പബ്ലിസിറ്റി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കേൾക്കേണ്ടി വരത്തില്ലല്ലോ, എന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. കാക്കറിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു, എല്ലാം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലതൊക്കെ എനിക്ക് ഇല്ലാതാക്കണം. അതിലൊന്നും ഞാൻ ലഹരി. ഞാൻ കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മാതൃകാ പുരുഷനാണ്, എ മോഡൽ യങ് ബോയ് ഓഫ് കേരള. അതിനുവേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ ചിലപ്പോൾ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. ഇപ്പൊ യൂട്യൂബ് എടുത്തിട്ട് അഖിൽ മാരാർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും മക്കളെ കൂടെ ഇരുത്തി പൂരത്തെറി, പിന്നെ നീ പ്രസവിച്ചിട്ടുണ്ടോ മാരാറെ? എടാ സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. ഇത് അഖിൽ മാരാറെ പറ്റിയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല എന്ന് നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഓക്കെ, ടാറ്റ.